വി.എസ്. സുനിൽകുമാർ കൂടി നമുക്ക് പങ്കുചേരുന്നുണ്ട്. വി.എസ്. സുനിൽകുമാർ, ഇതാ PMC പദ്ധതിയിൽ നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നു. മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമല്ലേ ശ്രീ വി.എസ്. സുനിൽകുമാർ? ഡോക്ടർ അരുൺ, ഇക്കാര്യത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നാളെ വളരെ വിശദമായി നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഇപ്പോ ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു കമന്റ് പറയുന്നത് ഉചിതമായിരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. മനസ്സിലായി. വേറെ വിഷമൊന്നും വിചാരിക്കില്ല. പക്ഷെ എനിക്ക് ഒപ്പുവെച്ചതിനെ കുറിച്ച് നാളെ അദ്ദേഹം വിശദീകരിക്കട്ടെ. പക്ഷേ ഈ PMC പദ്ധതി വരുന്നത് ആ നിലപാടിൽ തന്നെയല്ലേ CPI ഇപ്പോഴും നിൽക്കുന്നത് എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അല്ല, CPIയുടെ നിലപാട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഞങ്ങളുടെ നേതൃത്വമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഞങ്ങളുടെ അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ ഈ പുതിയ സാഹചര്യത്തിൽ CPI എന്താണ് പറയേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും CPIക്ക് അതിന്റെ നേതൃത്വ കൂടിയാലോചിച്ച് നാളെ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ചെറിയ കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ടും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിനെ സംബന്ധിച്ചുള്ള ഔപചാരികമായ മറുപടി നാളെ പറയുമ്പോൾ അതിനനുസരിച്ച് ബാക്കി പ്രതികരണങ്ങൾ നടത്തുന്നതാണ് ശരിയായ രീതി. നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വി. സുനിൽകുമാർ? അല്ല, അത് പാർട്ടി അതിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമല്ലോ. ഞാനിപ്പോ അതിന്റെ ഗ്രാവിറ്റിയെ പറ്റി ഒരു പ്രതികരണം മുൻകൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ക്ഷമിക്കൂ. അപ്പൊ അത് പറയുന്നതാണ് നല്ല കാര്യം. ഓക്കെ, താങ്ക് യു വി. എസ്. സുനിൽകുമാർ. വി. എസ്. സുനിൽകുമാറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നാളെ CPI അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അടിയന്തര യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ വി. എസ്. സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. മുന്നണി മര്യാദകളുടെ ലംഘനം എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഞങ്ങൾ വിളിച്ചപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മുന്നണി മര്യാദകളുടെ ഒറ്റ വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി കാര്യങ്ങളെല്ലാം നാളെ എന്നാണ്. നാളെ നമുക്ക് വിശദമായി കേൾക്കാം എന്താണ് ബിനോയ് വിശ്വത്തിന് പറയാനുള്ളതെന്ന്. മുന്നണി മര്യാദകളുടെ ലംഘനം എന്നതാണ് CPIയുടെ ആദ്യ റിയാക്ഷൻ ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. CPIയുടെ എതിർപ്പ് തള്ളിക്കൊണ്ട് NEP പദ്ധതി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ PMC പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. CPIയുടെ പോഷക സംഘടനകൾ ആഞ്ഞടിച്ചിരിക്കുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഒറ്റുകൊടുത്തിരിക്കുന്നു ഈ സർക്കാരെന്ന് CPI അനുകൂല അധ്യാപക സംഘടന പറയുന്നു. ഇത് ആത്മഹത്യാപരമായ നീക്കമാണെന്ന് CPI അനുകൂല വിദ്യാർത്ഥി സംഘടനയും പറയുന്നു.